എ ഇ ഐ ഒ വരുന്നത് തൊട്ട് മുമ്പ് നമുക്ക് ആൻ ഉപയോഗിക്കാൻ പറ്റും. എ യു പി സ്കൂൾ, എ യൂണിവേഴ്സിറ്റി, എ യൂണിയൻ ലീഡർ, എ യൂറോപ്യൻ കൺട്രി, ഇവിടെയൊക്കെ എ ആണല്ലോ. അതെങ്ങനെ? ആക്ച്വലി നമ്മളെല്ലാവരും പഠിച്ചു വന്നിട്ടുള്ളത് എ ഇ ഐ ഒന് തൊട്ട് മുമ്പ് ഉപയോഗിക്കാം, ആൻ ഉപയോഗിക്കണം. ശരിക്കും എല്ലാം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ സൗണ്ട് നോക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്വരാക്ഷരങ്ങളായ അ, ഇ, എ, ഐ, ഒ, ഔ ഈ സൗണ്ട് വരുമ്പോൾ തൊട്ട് മുമ്പ് ഉപയോഗിക്കാം, ആൻ ഉപയോഗിക്കാം. അല്ലാതെ തൊട്ട് മുമ്പ് എ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നോക്കും, നമ്മൾ ലെറ്റേഴ്സും അല്ല നോക്കേണ്ടത്, നമ്മൾ സൗണ്ടാണ് നോക്കേണ്ടത്. എൽ പി സ്കൂൾ സൗണ്ട് എന്താ? എൽ പി സ്കൂൾ. എ ആണ് ആദ്യം സൗണ്ട്, എൽ ആണെങ്കിലും എൽ പി സ്കൂൾ. സോ ആൻ എൽ പി സ്കൂളാണ്. അതുപോലെ തന്നെ ഓണസ്റ്റ് മാൻ, എച്ച് ഒ ആണ്, പക്ഷേ നമ്മൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഓണസ്റ്റ് മാൻ. അപ്പോൾ ആൻ ഓണസ്റ്റ് മാൻ എന്ന് പറയാം. അതുപോലെ തന്നെ MBA സൗണ്ട് എന്താ? എം ആദ്യം എ ആണ്. സോ ആൻ MBA സ്റ്റുഡൻറ്റ് എന്നാ പറയാം. CI ആണ്, കാരണം സി എന്ന ഡയറക്റ്റ് സൗണ്ട് CI. അതുപോലെ തന്നെ എ യൂറോപ്യൻ കൺട്രി, എ യൂണിവേഴ്സിറ്റി, ആൻ എയർ, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ. സോ നമ്മൾ സൗണ്ടാണ് നോക്കുന്നത്. എത്ര ആലോചിച്ചാൽ മതി. അ ഇ എ ഐ ഒ ഔ ആ ഈ സ്വരാക്ഷരങ്ങൾ വരുമ്പോൾ ആ സൗണ്ട് വേണമെങ്കിൽ തൊട്ട് മുമ്പ് ഉപയോഗിക്കാം, ആൻ ഉപയോഗിക്കാം. അല്ലാത്ത എന്തൊക്കെ ഉപയോഗിക്കാം? എ ഉപയോഗിക്കാം. ഓക്കെ.